അത് കൊടുക്കും. സഹായം കൊടുത്തിട്ടുണ്ട്. 5 ലക്ഷം രൂപ വീതം അവരുടെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ ചികിത്സ നടത്തും. അവരുടെ മൃതശരീരങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കോർഡിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ എത്തിക്കും. അല്ലല്ലോ, നിങ്ങളിതൊക്കെ ആലോചിച്ചോ. ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അധിക്ഷേപം കേട്ട ഒരാളാണ് ഞാൻ എന്താണ് പറഞ്ഞത്? ഗൗരവതരമായി പരിശോധിക്കാതെ, പാരിസ്ഥിതിക ആഘാത പഠനം ഗൗരവമായി നടത്താതെ ഈ പദ്ധതിയുമായി പോകരുത്. എന്താ കാര്യം പറയാൻ കാര്യം? വയനാട് വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ്, ഫ്രജൈലാണ് അവിടുത്തെ മണ്ണ്. എന്നെ എന്തുമാത്രം പരിഹാസം ഉണ്ടായിരുന്നു. മണ്ണ് പരിശോധനാ വിദഗ്ധൻ എന്നെല്ലാം പറഞ്ഞു. മണ്ണ് പരിശോധനാ വിദഗ്ധൻ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി CPM ഹാൻഡിലുകൾ. അവരാണ് എൻ്റെ PR മുഴുവൻ നടത്തിയത്. എനിക്ക് നന്ദിയുണ്ട് അവരോട്. ഞാൻ അന്നും പറഞ്ഞു അവരെയൊന്നും മാറ്റല്ലെന്ന്. കാരണം അവരാണ് എനിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ക്യാമ്പയിൻ നടത്തിയത്. കാരണം ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള 2-3 മാസം സോഷ്യൽ മീഡിയ തുറന്നാൽ എന്നെ മാത്രം, എൻ്റെ വികൃതമായ രൂപങ്ങളൊക്കെ ഉള്ളതാണെങ്കിലും എൻ്റെ കണ്ണൊക്കെ തളിച്ചിട്ടുള്ളതാണെങ്കിലും എൻ്റെ പടം മാത്രം ഉണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ എന്നെ CPM അധിക്ഷേപിച്ച വിഷയം തുരങ്കപാത വികസനം തകർക്കാൻ ശ്രമിക്കുന്ന വികസന വിരുദ്ധൻ എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. അതുപോലത്തെ സെൻസിറ്റീവായൊരു സ്ഥലത്ത് ഇത് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണമെന്ന് പറഞ്ഞു. ഇവിടെ സ്റ്റേറ്റ് ഒരു പഠനം നടത്തി. ആ പഠനത്തിലെ റിസൾട്ട് എന്താ? ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലെന്നാണ്. രണ്ടാമത് സെൻട്രൽ ഗവൺമെൻറ് വേണ്ടാന്ന് പറഞ്ഞു. വീണ്ടും സംസ്ഥാന ഗവൺമെൻറ് നിർബന്ധിച്ച് അവിടെ നിന്ന് 50ഓളം കർശനമായ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടിട്ടുള്ളതാണ് ഈ തുരങ്കപാതയുടെ പണി തുടങ്ങിയത്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറഞ്ഞത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കട്ടെ. ഞാനിപ്പോഴും അങ്ങനെ പറയും, ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ലേ. പക്ഷേ ഈ ഒരു വിഷയത്തിൻ്റെ പുറത്ത് ഒരുപാട് പരിഹസിക്കപ്പെട്ട, ആക്ഷേപിക്കപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു ഞാനെന്ന് നിങ്ങളൊക്കെ ഓർക്കുന്നതല്ല. വയനാട് ലാൻഡ്സ്ലൈഡ് ഇറ്റ്സ് very unfortunate it has happened. Now the government is going to study in detail, a techno-legal study we are going to study, and we will go for the investigation also what happened in what are the reasons behind the accident. Then second thing is that we will check the construction company is there are some conditions from the Environment Department of the central government, whether they are obeying these conditions or not. We will check it. So till then the work is stopped? Yeah, then only the work will start. And as I said yesterday, the Disaster Management Authority chairman in the Wayanad and the Wayanad district collector has issued an order in 20th of last month to remove all this soil stock from there. But unfortunately, these contractors, they have not taken any action to remove the soil. Number 2, the PWD minister directed the PWD secretary. And PWD secretary and other engineers went to this place and they checked. They also warned the concerned parties, contractors, to the possibilities for a disaster. ഞാനൊന്നും പറയാം, പരിശോധിക്കും, എന്നിട്ടേ വർക്ക് തുടരുള്ളൂ. Coming back to Wayanad, so 2 studies you're saying, one to understand what really happened right now, Yeah. And the other, basically whether the company has flouted any environmental rules. Yes. Environmental directions from the Environment Department, Central Environment Department, when they have given this clearance, they have directed that more than 50 conditions are there. We have to check that. Yesterday Minister Siddique had said this is a man-made disaster. It was not a natural one. You had also said That was a preliminary report. Anyway,
we will check whether there was a landslide. Anyway, this landslide and this stock of soil multiplied the impact of the accidents. Sir, on the compensation and what is the latest on the compensation and what is the latest numbers as far as death or missing people are concerned? 3 persons died and 5 persons are still missing. There are 2 NDRF team, police and fire force are there. They are trying to, now the road is cleared. Even then we were not able to find out the missing persons. ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞു, മറ്റ് മന്ത്രിമാരും പറഞ്ഞു. അപ്പോ ഈ മണ്ണ് നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടും അത് അവിടെ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വം അത് ആ ജില്ലാ ഭരണകൂടത്തിനു കൂടി ഉള്ളതല്ലേ? അവരുടെ ഭാഗത്തു നിന്നുകൂടി മിസ്റ്റേക്ക് ഉണ്ടായിട്ടില്ല. അല്ല, അത് അവരാവശ്യപ്പെടുകയും അത് ഞാനൊരു ചോദ്യത്തിന് മറുപടി, അവർ റിപ്പീറ്റ് ചെയ്ത് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് PWD കൂടി ആവശ്യപ്പെട്ടിട്ട് ചെയ്തില്ല. അപ്പോൾ മണ്ണ് നീക്കം ചെയ്യാത്തതിൽ ഗുരുതരമായ പാളിച്ച ഉണ്ട്, നീക്കം ചെയ്യാത്തതിൽ. അതല്ലേ പരിശോധിക്കുമെന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ അകത്ത് പ്രതികളെ കണ്ടെത്താനൊന്നും ശ്രമിച്ചില്ലല്ലോ. ഒരു ഏജൻസി അന്വേഷിക്കുമ്പോൾ ലെറ്റ് ദം ഇൻവെസ്റ്റിഗേറ്റ്. ഞാൻ കയറി മുൻകൂട്ടി ആരാണ് കുറ്റക്കാരെന്നൊന്നും പ്രഖ്യാപിക്കാൻ പാടില്ലല്ലോ. അവിടുത്തെ ജില്ലാ ഭരണകൂടത്തോട് ആ മണ്ണ് നീക്കം ചെയ്യാം, അതിനൊരു സ്ഥലം കണ്ടെത്തി തരണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് 25-ാം തീയതി ചേർന്ന യോഗത്തിൽ പരിഗണിച്ചിട്ടില്ല. ജില്ലാ ഭരണകൂടത്തെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതൊന്നും വേണ്ട, അതൊക്കെ അന്വേഷിക്കട്ടെ.